കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് കനത്ത തിരിച്ചടിയേകി പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലുണ്ടായിരുന്ന മാംഗ്ലൂരു മേഖലയെ കർണാടകയിലെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേക്ക് കീഴിലുള്ള മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഉത്തരവിറക്കിയതോടെ സംസ്ഥാനത്തെ റെയിൽവേ മേഖല വലിയൊരു പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുകയാണ്. സാമ്പത്തികമായി ഏറെ വരുമാനം നൽകുന്നതും കൊങ്കൺ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്നതുമായ തന്ത്രപ്രധാനമായ മാംഗ്ലൂരു മേഖല പൂർണ്ണമായും നഷ്ടമായതോടെ പാലക്കാട് ഡിവിഷന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കർണാടകയിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെയും കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വി സോമണ്ണ ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും ശക്തമായ ഇടപെടലിനെയും സമ്മർദ്ദത്തെയും തുടർന്നാണ് ഈ തീരുമാനമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളും പ്രതികരണങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. 2024 ജൂലൈയിൽ മാംഗ്ലൂരു സന്ദർശിച്ച വേളയിൽ ഉയർന്ന ആവശ്യം പരിഗണിച്ച ദീർഘകാലമായുള്ള ഈ വിഷയം മുൻഗണനാടിസ്ഥാനത്തിൽ പരിഗണിക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി റെയിൽവേ മന്ത്രാലയത്തിലെ ഉന്നതതല യോഗങ്ങൾക്ക് ശേഷമാണ് ഉത്തരവിറക്കിയതെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയുടെ പ്രധാന വാണിജ്യ തുറമുഖ കേന്ദ്രമായ ബാംഗ്ലൂരുവിന്റെ റെയിൽവേ ശൃംഖലാ വ്യവസ്ഥ ഭരണാധികാരികൾക്ക് കീഴിൽ ചിതറിക്കിടക്കുന്നത് വികസനത്തിന് തടസ്സമാണെന്ന വിവാദമുയർത്തി മൂന്നാം NDA സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ദക്ഷിണ കന്നഡ, ശിവമോഗ, ഉഡുപ്പി പ്രദേശങ്ങളിൽ നിന്നുള്ള MP-മാർ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ട് ശക്തമായ സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു. 2006-ൽ തമിഴ്നാടിനായി സേലം ഡിവിഷൻ രൂപീകരിച്ച് കോയമ്പത്തൂർ മേഖല വെട്ടിമുറിച്ചതിനു ശേഷം പാലക്കാട് ഡിവിഷൻ നേരിടുന്ന ഏറ്റവും വലിയ ആഘാതമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അന്ന് കോയമ്പത്തൂർ നഷ്ടമായപ്പോൾ അതിനെ മറികടക്കാൻ പാലക്കാടിന് തുണയായത് മാംഗ്ലൂരു ചരക്ക് നീക്കത്തിൽ നിന്നുള്ള വലിയ വരുമാനമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ തീരുമാനം വഴി പാലക്കാടിന്റെ വടക്കൻ അതിർത്തി ഉള്ളാളിലേക്ക് ചുരുങ്ങുമ്പോൾ റെയിൽവേ കണക്കുകളിൽ വെറും 18 റൂട്ട് കിലോമീറ്ററിന്റെ കുറവ് മാത്രമേ കണക്കാക്കുന്നുള്ളൂവെങ്കിലും ഡിവിഷന്റെ മൊത്തം വരുമാനത്തിന്റെ വലിയ ഭാഗവും നൽകിയിരുന്ന മാംഗ്ലൂരു തുറമുഖ അധിഷ്ഠിത ചരക്ക് ഗതാഗതം പൂർണ്ണമായും മൈസൂരുവിന് സ്വന്തമാകും. പുതിയ ക്രമീകരണത്തോടെ പാലക്കാട് ഉള്ളാൾ, പോത്തന്നൂർ ഈസ്റ്റ് പാലക്കാട് പൊള്ളാച്ചി, ഷൊർണൂർ, നിലമ്പൂർ എന്നിങ്ങനെ ആകെ വിസ്തൃതി വെറും 582.7 റൂട്ട് കിലോമീറ്ററായി ചുരുങ്ങി പാലക്കാട് ഒരു കുഞ്ഞു അതിർത്തി ഡിവിഷനായി മാറും. ഡിവിഷന്റെ വരുമാനത്തിലും വലുപ്പത്തിലും ഉണ്ടാകുന്ന ഈ കൂപ്പുകുത്തൽ വരും വർഷങ്ങളിൽ കേന്ദ്ര റെയിൽവേ ബജറ്റിൽ പാലക്കാടിന് ലഭിക്കുന്ന വികസന ഫണ്ടുകളുടെ വലിയ വെട്ടിക്കുറവിലേക്ക് വഴിവെക്കും. ഇതിനു പുറമെ വടക്കൻ മലബാറിലെ യാത്രക്കാർക്ക് മാംഗ്ലൂരുവിലേക്ക് പുതിയ പാസഞ്ചർ സർവീസുകൾ ആരംഭിക്കുന്നതിനോ നിലവിലുള്ള ട്രെയിനുകൾ നീട്ടുന്നതിനോ ഇനി അയൽ സംസ്ഥാനത്തെ മൈസൂരു ഡിവിഷന്റെ അനുമതി കാത്തു നിൽക്കേണ്ടി വരുന്നത് യാത്രാ ദുരിതം ഇരട്ടിയാക്കും. കേരളം കാലങ്ങളായി ആവശ്യപ്പെടുന്ന പ്രത്യേക റെയിൽവേ സോൺ പൂർണ്ണമായും അവഗണിക്കപ്പെടുകയും ഉള്ള ഡിവിഷനെ തന്നെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഈ നീക്കത്തിനെതിരെ കേരളത്തിലെ ജനപ്രതിനിധികളും പാസഞ്ചേഴ്സ് അസോസിയേഷനുകളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.